നമുക്ക് ഭൂമിയുടെ അജയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സൗഭാഗ്യ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം തൻ്റെ വാക്കുകൾക്ക് ഒരു വിലയില്ല. മുത്തശ്ശി മുറിയിൽ ഇങ്ങനെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും ഭവാനി അഞ്ജനയും കൂടെ മുറിയിലേക്ക് കയറി വന്നു. ഭവാനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിയാൽ മതിയാവുള്ളൂ, എങ്കിലും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഭവാനി വന്നിട്ട് ഒരു കള്ളക്കരച്ചിലൊക്കെ കരയാണ് മുത്തശ്ശിയുടെ മുന്നിൽ എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന്. അല്ലെങ്കിലും എൻ്റെ ഭർത്താവ് മരിച്ചതോട് കൂടിയിട്ട് എൻ്റെ മോളെ ആർക്കും വേണ്ടാതായി. ഞങ്ങൾ അനാഥരാണല്ലോ, അതുകൊണ്ടായിരിക്കും. അജയ്ക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഇപ്പൊ എൻ്റെ മോളെ ഈ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിട്ട് അവൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാകാം എന്നൊക്കെ ഒരു ചിന്തയല്ലേ. അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുണ്ട്? ഇവളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, ഞാനിനി ജീവിച്ചിരിക്കില്ല മുത്തശ്ശി. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കല്യാണം വിളിച്ചു. എല്ലാവരുടെ മുന്നിൽ കുനിഞ്ഞ ശിരസോടെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്ത് കേൾക്കാനാ? ഇനി ഒന്നും കേൾക്കാനില്ല. മുത്തശ്ശിയുടെ വാക്കിന് പോലും ഈ കുടുംബത്തിലൊരു വിലയുണ്ടോ? മുത്തശ്ശി പറഞ്ഞിട്ടെങ്കിലും ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ട് അജയ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നേ. ഭവാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഈ വീട്ടിലില്ല, ഞങ്ങൾ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മോളും ഇതിനു മുമ്പ് ഒന്ന് പോയതാ. പക്ഷേ എങ്കിൽ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വന്നത്. അഞ്ജനയുടെയും അജയുടെയും കൂടെ വിവാഹം നടത്താന്ന്. അതുമാത്രമല്ല, അവൻ വാക്ക് പറഞ്ഞതാ. എന്നിട്ട് ഒടുവിൽ അവൻ കാലു വാരിയത് കണ്ടോ? ഇനി എന്തിനാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ മോളെയും കൊണ്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഒരിടത്തേക്കും പോകണ്ട, നിങ്ങളിവിടെ നിൽക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഭവാനി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അമ്മയുടെ വാക്കിന് ഇവിടെ പുല്ല് വിലയല്ലേ. അല്ലെങ്കിൽ ഇത്രയെങ്കിലും എന്തേലും വില ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇവള് എനിക്കറിയില്ല. ഇവളെ ഞാൻ ജനിപ്പിച്ച് പോയില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യണം? കൊന്നു കളയണോ? അമ്മ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ പറഞ്ഞിട്ട് ഭവാനി നന്നായിട്ട് അഭിനയിക്കുകയാണ്. അഞ്ജനയാണ് കള്ളക്കരച്ചിലും കരയുക. ഇവിടെ ഈ ഭവാനി അഞ്ജനയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാടി, നമുക്കൊന്നും ഒരു വിലയില്ല, ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല എന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി. സൗഭാഗ്യവും മുത്തശ്ശി ഒരു നിമിഷം ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന്. പിന്നീട് എന്ത് ചെയ്തു, ഒരു ബാഗ് കൊടുത്ത് അവിടുന്ന് ഇറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേനും സംഗീതം ഒന്നിടിച്ചു. അമ്മ ഇത് എങ്ങോട്ടാ പോകുന്നേ? ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് വിലയില്ലാത്തത് ഞാൻ എന്തിനാ നിൽക്കുന്നേ? അപ്പോഴേക്കും മാധവനും എല്ലാവരും ഓടി വന്നു. അനുപമയൊക്കെ വരുവാണ്. സത്യദാസൊക്കെ ഒന്നിട്ടിച്ചു. അമ്മ ഇതെന്ത് പരിപാടി കാണിക്കുന്നേ? ഞാനാണ് വാക്ക് കൊടുത്തേ അഞ്ജനയ്ക്ക്, നിന്റെ അജയുടെയും കൂടെ വിവാഹം നടക്കുന്നു. എന്നിട്ടോ എൻ്റെ വാക്കിനൊരു വിലയില്ലാതെ അവൻ സ്വന്തം തീരുമാനം നടപ്പാക്കുമല്ലേ. അപ്പൊ പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണം? എനിക്ക് വിലയില്ലാത്ത വീട്ടിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ല. അതും പറഞ്ഞുകൊണ്ട് സൗഭാഗ്യ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനും സംഗീതം ഓടി അജയുടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവാ, നീ ഒറ്റ ഒരുത്തനെ കാരണം. അഞ്ജനയുടെ കഴുത്ത് നീ താലി ആർത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അജയ് അങ്ങോട്ടേക്ക് വന്നു. അജയ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൗഭാഗ്യ മുത്തശ്ശി കാറിലേക്ക് കയറാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴെല്ലാവരും മുത്തശ്ശിയെ തടയുവേണം, പോകല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട്. ആ സമയത്ത് അജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മാധവൻ പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായി കാണൂല്ലോ അല്ലേ? എന്തിനായിരുന്നടാ ഇത്? ഇനിയിപ്പോൾ ഈ ശാപം കൂടെ മേടിച്ച് തലയിലേക്ക് വെക്കാനാണോ? എടാ, ഇങ്ങനെ ശാപം മേടിച്ച് കിട്ടിയിട്ട് നീ എന്ത് നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ്. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അജയ്ക്ക് ഒരു നിമിഷം അജയുടെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പിന്നീട് അജയ് ഒരു തീരുമാനം എടുത്തു. സൗഭാഗ്യ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി പോകുമൊന്നും വേണ്ട, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നില്ല, പോരേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, സത്യമാണോ മോനെ? അതേന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഭവാനി പോയി മോതിരം എടുത്തോണ്ട് വന്നു. എങ്കിൽ ഈ മോതിരം ഇടാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ ഒടുവിൽ അജയ് വീണ്ടും അവളുടെ വിരലിൽ മോതിരം അണിയിക്കുവാണ്. മുത്തശ്ശിക്ക് സന്തോഷമായി. അതുപോലെ തന്നെ അഞ്ജനയ്ക്കും തൻ്റെ വിവാഹം നടക്കുമെന്നൊരു ചിന്ത. കാരണം ഭവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി നിന്റെ അജയുടെയും വിവാഹം ഞാൻ നടത്തുമെന്ന്. അജയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പക്ഷെ ആ സമയത്ത് അജയ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശി വീട് വിട്ടു പോകാൻ പാടില്ല എന്നൊരു ചിന്ത മാത്രമേ അജയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ സന്തോഷത്തോടെ കയറുമ്പോൾ അജയ് തകർന്ന മനസ്സോടെ അവിടെ നിൽക്കുകയാണ്. ആ സമയം സത്യാസം വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താടാ? നിനക്കിത് എന്ത് പറ്റി അജയ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
അത് കേട്ടപ്പം അജയ് പറഞ്ഞു, എനിക്കറിയില്ല ചെറിയച്ഛ എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അറിയാലോ, ഞാൻ ഇനി എന്താണെങ്കിലും അതിന്ന് പിന്മാറാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പം മുത്തശ്ശിയെ ഇപ്പം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാതിരിക്കണമെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അജയ് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിടുന്നു മനസ്സിലായി. ആ സമയം ഭയങ്കര സന്തോഷമായിരുന്നു ഭവാനിക്കും അഞ്ജനയ്ക്കും. അങ്ങനെ മുറിയിലേക്ക് പോയിട്ട് ഭവാനി പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് മദ്യം ഒഴിക്കുകയാണ്. അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു, എനിക്കും വേണം, നീ ആ കഥ കടച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ എൻജോയ് ചെയ്യുവാണ്. ഭവാനി പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി, കണ്ടില്ലേ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടേ, അത് നടന്നത് തന്നെയാണ്. നിന്റെ അജയുടെയും കൂടെ വിവാഹം നടക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കും, അതിൻ്റെ മാറ്റമില്ല. ഈ ഭവാനി ഒരു തീരുമാനം എടുത്താന്ന് പറഞ്ഞു. പക്ഷെ അവർക്കറിയില്ലല്ലോ അവർക്കിട്ട് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടി എന്താന്നുള്ള കാര്യം. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അജയ് ഭൂമിയെ കാണാനായിട്ട് വന്നു. അങ്ങനെ അജയും ഭൂമിയും കൂടെ പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് അജയ് കാര്യങ്ങളൊക്കെ പറയണം. ഇതുപോലെ സംഭവം ഉണ്ടായെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി പറഞ്ഞു, സാറേ അല്ലെങ്കിലും ഞാൻ ഈ വിവാഹ നാടകത്തിന് ഇനി ഇല്ല. എന്തിനു വേണ്ടിയിട്ടാ? വേണ്ട, വെറുതെ അഞ്ജനയുടെ ശാപം മേടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, നീ എന്താ ഭൂമി പറയണേ? എൻ്റെ നയനയെ ഞാൻ മറക്കാനായിട്ടോ? നയനയെ മറന്ന് അവളുടെ കഴുത്തിൽ താലി ആർത്തണമെന്നോ? അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ല. എനിക്ക് അപ്പം പിന്നെ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അതെന്തുകൊണ്ടാന്ന് നിനക്കറിയാലോ. മുത്തശ്ശി വീട് വിട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനങ്ങനെ ചെയ്തേ. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ നയനയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നീ എനിക്ക് വാക്ക് എന്താണ്? അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറയണേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാറിൻ്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആക്ട് ചെയ്യുന്നത് മാത്രമല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, പക്ഷെ അത് സാറിൻ്റെ വീട്ടിലുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടോ? ഒടുവിൽ അജയ് പറഞ്ഞു, ഭൂമി ഞാൻ നോക്കിയിട്ട് വേറൊരു വഴി കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം നിനക്ക് സമ്മതമല്ലേ വേണ്ട, നിന്റെ അമ്മയെ രക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്. അതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഭൂമിക്ക് ആപ്പാടെ സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് ഭൂമിക്ക് അറിയില്ല. ഒടുവിൽ അജയ് പറഞ്ഞു, പൂർണ്ണ സമ്മതം ഉണ്ടേ മാത്രം മതി. ഇനിയിപ്പം നീ പിന്മാറുവാണെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. ഭൂമി ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് ഭൂമിക്ക് ഒരു ഇതിലെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അജയുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുക. ആ ഒരു സാഹചര്യത്തിൽ ഒരു കല്യാണ നാടകമാണ് നടത്തുന്നെങ്കിലും ഒരുപക്ഷെ അഞ്ജന എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ. അജയ് പറഞ്ഞു, അവൾക്ക് ഈ പറയുന്ന സ്നേഹവും കാര്യങ്ങളൊന്നും എന്നോടില്ല. അതൊക്കെ അവളുടെ വെറും അഭിനയം മാത്രമാണ്. അവൾ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ഈ പറയുന്ന മുത്തശ്ശിയൊക്കെ അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും മുത്തശ്ശി ഇപ്പോൾ അവളെ വീട്ടിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എനിക്ക് നയനയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അവൾക്ക് വേണ്ടി ഞാൻ എന്താണെങ്കിലും കാത്തിരിക്കും. ഇനിയിപ്പം നിനക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ കല്യാണത്തിൻ്റെ അന്ന് എങ്ങോട്ടേലും ഞാൻ ഇറങ്ങിപ്പോകും, എന്തെങ്കിലും ചെയ്യും ഞാൻ. അങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ നയനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവളുടെ കഴുത്തിൽ താലി ആർത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ താൻ ഇതിനകത്തുനിന്ന് പിന്മാറിയാലും അജയ് താലി കെട്ടാൻ പോകുന്നില്ല അഞ്ജനയുടെ കഴുത്തിൽ. ഇപ്പം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി. ഭൂമി പിന്നീട് ആലോചിച്ചു, തൻ്റെ അമ്മയെ രക്ഷിക്കാൻ തനിക്ക് വേറെ മാർഗമില്ല. ഒരു നിമിഷത്തെ ഒരു ആലോചനയെ വേണ്ടെന്ന് വെച്ചാണ് എല്ലാം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അജയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, സാറ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന്. അങ്ങനെ ഭൂമി വീണ്ടും സമ്മതിച്ചു. അജയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അഞ്ജനയുടെയും ഭവാനിയുടെയും സന്തോഷത്തിന് അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല. അധികം വൈകാതെ തന്നെ ഇവർ രണ്ടുപേരും കൂടെ വിവാഹിതരാകും. അപ്പം അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.